നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ, ശ്രദ്ധേയമായ റിപ്പോർട്ടുകൾ, പ്രതികരണങ്ങൾ, ഇതിലൂടെയെല്ലാം ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് CPM. സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് പരിശീലനത്തിനായി ഞായറാഴ്ച ശില്പശാല നടത്തും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ശില്പശാല നടക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയം ഉറപ്പാക്കുക ലക്ഷ്യമിട്ടുള്ള രൂപരേഖ അവതരിപ്പിക്കും. 24 പ്രൈം ടൈം ബ്രേക്കിംഗുമായി ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ളത്. അതിനുവേണ്ട ഒരുക്കങ്ങളിലേക്ക് CPM കടക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഏത് തരത്തിലാണ് കീഴ്ഘടകങ്ങളിലേക്ക് നൽകുന്നത്? ഇതിനായി പ്രത്യേകമായി തയ്യാറാക്കുന്ന കർമ്മപദ്ധതികൾ എങ്ങനെയായിരിക്കും ശ്രീജിത്ത്? ശ്രീജിത്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞപാടെ CPM അടുത്ത തങ്ങളുടെ പാർലമെന്ററി ലക്ഷ്യത്തിലേക്ക് മുൻനിർത്തിയുള്ള പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കും ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് പരിഹരിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് കടക്കാൻ പോകുന്നു CPM. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് CPM കടക്കാൻ പോവുകയാണ്. സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് പരിശീലനത്തിനായി ഞായറാഴ്ച ശില്പശാല നടത്തുന്നു. അതുപോലെ കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകാൻ പോകുന്നു. ശ്രീജിത്ത് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത് തുടരാം. ശ്രീജിത്ത്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന അടുത്ത ലക്ഷ്യമൂന്നിയുള്ള പ്രവർത്തനം CPM ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയം ഉറപ്പിക്കാം എന്നതിനെ സംബന്ധിച്ച വിശദമായ ചർച്ചകളാണ് പാർട്ടി തലത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഞായറാഴ്ച തിരുവനന്തപുരത്ത് സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുകയാണ്. AKG ഹാളിൽ നടക്കുന്ന ശില്പശാലയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതായത് തദ്ദേശഭരണ വാർഡുകളിൽ എങ്ങനെ വിജയം ഉറപ്പിക്കാം, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നത് സംബന്ധിച്ച ഒരു വിശദമായ രൂപരേഖ ഈ ശില്പശാലയിൽ അവതരിപ്പിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ടറി അംഗങ്ങളുമാണ് ഈ ശില്പശാലയിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ തദ്ദേശ വാർഡിലും അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കായി കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്ന നിർദ്ദേശമാണ് CPM സംസ്ഥാന നേതൃത്വം നൽകാൻ പോകുന്നത്. ഇതിനായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ലഭിച്ച ആളുകളെ ഒപ്പം നിർത്താനുള്ള ഇടപെടൽ, അതോടൊപ്പം തന്നെ ഇനി സർക്കാരിൽ നിന്ന് സേവനങ്ങൾ ലഭിക്കാനുള്ളവർക്ക് അതിൽ നേടിക്കൊടുക്കൽ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഇടപെടലും നടത്തിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വൻ വിജയം കരസ്ഥമാക്കണമെന്ന തീരുമാനമാണ് CPM സംസ്ഥാന സെക്രട്ടറിയിലുള്ളത്. ഇത് ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. ഇതിന്റെ ആദ്യപടിയാണ് ഞായറാഴ്ച നടക്കുന്ന സംസ്ഥാനതല ശില്പശാല. ഈ ശില്പശാലയ്ക്ക് ശേഷം ജില്ലാതലത്തിൽ താഴോട്ടും സമാനമായ തരത്തിലുള്ള റിപ്പോർട്ടിങ്ങും ഇടപെടലും ശില്പശാലകളും മറ്റും നടത്തുമെന്നാണ് CPMന്റെ ഇപ്പോഴത്തെ തീരുമാനം. ശരി, ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുൾപ്പെടെ താഴെത്തട്ടിൽ പ്രചാരണം ശക്തമാക്കുക എന്നതുൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ട ഒരുക്കങ്ങളിലേക്ക് ഗൗരവത്തോടുകൂടി CPM കടക്കാൻ പോകുന്നു. സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് പരിശീലനത്തിനായി ഞായറാഴ്ച ശില്പശാല സംഘടിപ്പിക്കും. ശ്രീജിത്ത് വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു. ഭാരതാംബ ചിത്ര വിവാദത്തിന് പിന്നാലെ ഗവർണറുടെ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. ഗവർണർക്കെതിരെ CPMഉം രംഗത്തെത്തി. എന്നാൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന തുടരും എന്നാണ് ഗവർണറുടെ നിലപാട്. ബംഗാൾ രാജ്ഭവനിലും ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ തീരുമാനിച്ചു. രാജ്ഭവനിലെ ചടങ്ങുകൾ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നിർബന്ധമാക്കിയതിന് പിന്നാലെയാണ് ഗവർണറുടെ അധികാരങ്ങൾ പാഠ്യവിഷയമാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തത്. ഈ അധ്യയന വർഷം മുതൽ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ വിഷയം ഉൾപ്പെടുത്താനാണ് തീരുമാനം. ഗവർണറുടെ ഭരണഘടനാപരമായ അധികാരങ്ങൾ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വർഷം 10ാം ക്ലാസ്സിലെ 2ാം വോളിയത്തിൽ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിലെ പുഷ്പാർച്ചന പതിവാക്കിയതിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടിയെ പിന്തുണച്ച് CPM രംഗത്ത് വന്നു. ഇക്കാര്യത്തിൽ മന്ത്രി ശിവൻകുട്ടി കാണിച്ച സമീപനം ശരിയായ ദിശയിലുള്ളതും നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ്. ഇക്കാര്യത്തിൽ RSS ചിഹ്നം പ്രദർശിപ്പിച്ച രാജ്ഭവനാണ് ഭരണഘടനാപരമായ രീതികളെ ലംഘിച്ചിരിക്കുന്നത്. ഗവർണർക്കെതിരായ നിലപാട് ഘടിപ്പിച്ച് CPIയും ശക്തമായ രംഗത്തുണ്ട്. ഭരണഘടനാ വിരുദ്ധമായ നിയമവിരുദ്ധമായ ബിംബങ്ങളും പ്രതീകങ്ങളും എല്ലാം സ്ഥാപിച്ചുകൊണ്ട് അതാണ് ഭാരതമാതാവെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു RSS കാര്യാലയമാക്കി രാജ്ഭവനെ മാറ്റാൻ ഗവർണർ വാശി പിടിച്ചാൽ മന്ത്രിക്ക് അതല്ലാതെ വേറെ പോകാൻ വഴിയില്ല. ഭാരതാംബ വിവാദത്തിൽ കേരള ഗവർണറുടെ പാത പിന്തുടരാൻ പശ്ചിമബംഗാൾ രാജ്ഭവനും തീരുമാനിച്ചു. ഭാരതാംബയുടെ ചിത്രം രാജ്ഭവനിൽ സ്ഥാപിക്കാൻ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. ഭാരതാംബ ചിത്ര വിവാദം തുടരുന്നതിനിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ ABVPയുടെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിലേക്ക് ABVP പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു.
പ്രതിഷേധത്തെ തുടർന്ന് മന്ത്രിയുടെ വാഹനവ്യൂഹം റോഡിൽ കുടുങ്ങി. അതേസമയം ഗവർണർക്കെതിരെ SFI നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടും വരെ വിദ്യാഭ്യാസ മന്ത്രിയെ വഴിയിൽ തടയുമെന്ന് ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് പറഞ്ഞു. പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. സംഘർഷമൊഴിയാതെ പശ്ചിമേഷ്യ. ഇസ്രയേലുമായുള്ള സംഘർഷം അയവില്ലാതെ തുടരുന്നതിനിടെ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായുള്ള ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ചർച്ച ആരംഭിച്ചു. ഫ്രാൻസ്, UK, ജർമ്മനി വിദേശകാര്യമന്ത്രിമാരും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും ജനീവയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ഇറാൻ ഇസ്രയേലിൽ വീണ്ടും ആക്രമണം നടത്തി. ദക്ഷിണ ഇറാൻ ലക്ഷ്യമാക്കി ഇസ്രയേലിന്റെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട്. മുഹമ്മദ് അൻവർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അൻവർ, ഇപ്പോഴും കഴിഞ്ഞ മണിക്കൂറുകളിലും അതിശക്തമായ ആക്രമണം പരസ്പരം ഉണ്ടാവുന്ന സാഹചര്യമുണ്ട്. ഏതൊക്കെ മേഖലകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായി ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്? അതിന്റെ വിശദാംശങ്ങൾ ഏത് തരത്തിലാണ്? മറ്റൊന്ന് പ്രധാനം, ഈ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ചർച്ച, അതിന്റെ പുരോഗതി, അതിലെ പ്രതീക്ഷകൾ. ഇന്ന് UN രക്ഷാസമിതി ചേരാൻ പോകുന്നു. സമാധാനം വേണം എന്ന ആഹ്വാനം ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പശ്ചാത്തലം, അതിനിടയിൽ ഏറ്റവും ഒടുവിലായി സംഭവിക്കുന്നത് എന്താണ് അൻവർ? റിജിത്ത്, കഴിഞ്ഞ 8 ദിവസമായി ഇറാനും ഇസ്രായേലും തുടരുന്ന സംഘർഷം ഇന്നും അതിരൂക്ഷമായി തുടരുകയാണ്. ഇന്ന് ആദ്യം ഇറാന്റെ ഭാഗത്തു നിന്നാണ് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായത്. ഭാഗത്തേക്ക്, ഇസ്രായേലിലെ ഹൈഫ ഭാഗത്തേക്കാണ് ഇന്ന് ഇറാന്റെ മിസൈൽ പതിച്ചത്. ഇസ്രായേൽ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം 20 മുതൽ 30 വരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്ന് മാത്രം ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തിട്ടുണ്ട്. അത് ഇസ്രായേൽ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇതിൽ 21 പേർക്ക് പരിക്കേറ്റെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട്. ഇതിൽ 3 ആളുകളുടെ പരിക്ക് അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. തിരിച്ച് ഇപ്പോൾ ഇറാന്റെ ആക്രമണത്തിന് ഏകദേശ ശമനമുണ്ടായെന്ന് IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പ്രതിരോധ സേന ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. തിരിച്ച് ഇസ്രായേൽ ഇറാനിലേക്കും ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ദക്ഷിണ ഇറാൻ കേന്ദ്രമാക്കിയാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. റിജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതേ സമയത്ത് തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസി അരക്ചി ജനീവയിൽ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുമായി, യൂറോപ്യൻ യൂണിയന്റെ വിദേശകാര്യ മന്ത്രിമാരുമായി സമാധാന ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം, ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉണ്ടായതിനു ശേഷം ആദ്യമായാണ് യൂറോപ്യൻ യൂണിയൻ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ജനീവയിലെത്തിയ ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ യൂറോപ്യൻ യൂണിയനിലെ പ്രധാന രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ ചർച്ച നടത്തുകയാണ്. ഇപ്പോൾ ജനീവയിൽ ഒരു ഹോട്ടലിൽ ആ ചർച്ച പുരോഗമിക്കുകയാണ്. ആ ചർച്ചയ്ക്ക് മുന്നോടിയായി ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത്, ഇറാൻ സംഭാഷണങ്ങൾക്ക്, ചർച്ചകൾക്ക് എപ്പോഴും ഇറാൻ ഒരുക്കമായിരുന്നു. അമേരിക്കയുമായി ആണവ കരാറിന്റെ കാര്യത്തിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാൻ ആക്രമിച്ചത്. അതുകൊണ്ട് ഇറാൻ എന്തെങ്കിലും തരത്തിൽ ഒരു തെറ്റ് ഇക്കാര്യത്തിൽ ചെയ്തു എന്ന് ഇറാന് തോന്നുന്നില്ല. പക്ഷേ ഞങ്ങൾ സംഭാഷണങ്ങൾക്ക്, ഞങ്ങൾ ചർച്ചകൾക്ക് എപ്പോഴും ഒരുക്കമാണ്. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയന്റെ മുൻകൈയിൽ ഒരു ചർച്ച ഇന്ന് ജനീവയിൽ ആവശ്യമാണെന്ന് പറഞ്ഞപ്പോൾ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനീവയിലെ ചർച്ചകൾക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി ആ ചർച്ചയിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാത്രി ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലും ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ 8 ദിവസമായി ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ, അതിൽ പ്രധാനമായും ഇസ്രായേൽ പറയുന്ന കാര്യം ആശുപത്രി അടക്കം കേന്ദ്രീകരിച്ചാണ് ഇറാന്റെ ആക്രമണം പുരോഗമിക്കുന്നത്. ഇത് യുദ്ധക്കുറ്റമാണെന്ന് ഇസ്രായേൽ ഇന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ ഉന്നയിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ഈ സെക്യൂരിറ്റി കൗൺസിൽ, രക്ഷാ കൗൺസിൽ ഉന്നയിക്കാൻ പോകുന്നത് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ഇസ്രായേൽ നിർത്തണം. ഇസ്രായേലാണ് ഏകപക്ഷീയമായി ആദ്യം ആക്രമണം തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള ചർച്ചകൾക്കും ഇക്കാര്യത്തിൽ ഇപ്പോൾ പ്രസക്തിയില്ല. ഇസ്രായേൽ ഏകപക്ഷീയമായി തുടങ്ങിയ ആക്രമണം ഇസ്രായേൽ നിർത്തിയാൽ ഞങ്ങൾ ചർച്ചകൾക്ക് സന്നദ്ധമാണെന്ന് ഔദ്യോഗികമായി രക്ഷാ കൗൺസിലിൽ ഇറാൻ അറിയിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ജനീവ
ജനീവയിൽ യൂറോപ്യൻ യൂണിയന്റെ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഈ കഴിഞ്ഞ 8 ദിവസമായി നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ആക്രമണം അതിനൊരു അറുതി വേണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ലോകരാജ്യങ്ങൾ. ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഈ ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ 2 ആഴ്ച അകമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് വൈറ്റ് ഹൗസ് ട്രംപിനെ ഉദ്ധരിച്ച് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോഴും വൈറ്റ് ഹൗസ് വക്താവ് ഈ ട്രംപ് ഇസ്രായേലും ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്, ചർച്ച നടത്തുന്നുണ്ട് എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. റീജിത്ത്. ശരി, മുഹമ്മദ് അൻവർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഒരു സമവായത്തിനുള്ള നീക്കവും മറുഭാഗത്ത് സംഘർഷം അതിശക്തമായി തുടരുന്ന സാഹചര്യവും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, അതിനിടയിൽ എങ്ങനെ ഒരു സമാധാനം സാധ്യമാകും, അനുനയത്തിൻ്റെ ഭാഷയിൽ എങ്ങനെ സംസാരിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ആശങ്കയിലാണ് എല്ലാവരും. ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തണം എന്ന് ലോകരാജ്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കും മേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, നിർദ്ദേശമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഒരു സമാധാനം സാധ്യമാവുന്ന തരത്തിലുള്ള നീക്കങ്ങളൊന്നും ഏറ്റവും ഒടുവിലും കാണാൻ കഴിയുന്നില്ല. അമേരിക്കയാണെങ്കിൽ 2 ആഴ്ചക്കകം ഇറാനെ ആക്രമിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതികരണമായി പുറത്തു വന്നത് അമേരിക്ക പിന്തുണച്ചാലും ഇല്ലെങ്കിലും ഇറാനുമേൽ അതിശക്തമായ ആക്രമണം തുടരും എന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട്. മുഹമ്മദ് അൻവർ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇറാനിൽ കുടുങ്ങിയ കൂടുതൽ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കും. മഷ്ഹദിൽ നിന്നും 1000-ഓളം ഇന്ത്യക്കാരെയാണ് ഇന്നും നാളെയുമായി ഡൽഹിയിലെത്തിക്കുക. ഓപ്പറേഷൻ സിന്ധുവിനായി ഇറാൻ വ്യോമപാത താൽക്കാലികമായി തുറന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. അർമേനിയ വഴി പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടുന്ന സാഹചര്യത്തിലാണ് ഇറാൻ വ്യോമപാത തുറക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടത്. ആവശ്യം അംഗീകരിച്ച് ഇറാൻ ഒഴിപ്പിക്കൽ നടപടിക്കായി വ്യോമപാത താൽക്കാലികമായി തുറന്നു. സുരക്ഷിത നഗരമായ മഷ്ഹദിലെത്തിച്ച ഇന്ത്യൻ പൗരന്മാരെ ഇറാൻ വിമാന കമ്പനിയായ മഹാൻ എയർവേസിൽ ഇന്ത്യയിലെത്തിക്കും. തിരിച്ചെത്തുന്നവരിൽ മലയാളികളുണ്ടോ എന്ന് വ്യക്തമല്ല. ഇന്ത്യയിലെ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജവാൻ ഹൊസൈനിയാണ് ഇക്കാര്യം അറിയിച്ചത്. കൂടാതെ ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ഇറാനെതിരായ ആക്രമണത്തെ അപലപിക്കണമെന്നും ഹൊസൈനി ആവശ്യപ്പെട്ടു. We believe every country, including India, to condemn these aggressions, not because of Iran or because of this conflict, just because of it will open the way for the other country who actually have in their mind to attack the neighbor on some baseless allegations. We can find in our region such as this kind of the countries who actually have this kind of looking for excuses. If you don't condemn it, you are giving them incentive. നേരത്തെ ടെഹ്റാനിലെ വിവിധ സർവകലാശാലകളിൽ പഠിക്കുന്ന 600 വിദ്യാർത്ഥികളെ ക്വാം നഗരം വഴി മഷ്ഹദിൽ എത്തിച്ചിരുന്നു. അതേസമയം ഇസ്രയേലിൽ നിന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരങ്ങൾ ഇന്ത്യൻ എംബസി ശേഖരിച്ചു തുടങ്ങി. ഇവരെയും വൈകാതെ രാജ്യത്ത് തിരിച്ചെത്തിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. 24 ഡൽഹി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ദൗത്യം അവസാനിച്ചിട്ടില്ല, താൽക്കാലികമായി നിർത്തിയിട്ടേ ഉള്ളൂ എന്നാണ് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം. और मैं स्पष्ट करना चाहूंगा, ऑपरेशन सिंदूर अभी समाप्त नहीं हुआ है. ऑपरेशन सिंदूर स्थगित है. यह संदेश भी मैं अपने पड़ोसी देश को देना चाहता हूं. आप सब में से कई सैनिक ऐसे होंगे जिन्होंने इस ऑपरेशन में डायरेक्ट या इनडायरेक्ट, कई सैनिकों से अभी मैं मिला भी हूं, किसी न किसी रूप में आपने भाग लिया होगा. അജീഷ് ശേഖുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അജീഷ് ശേഖുമാർ, ഈ ഇന്ത്യയോട് വെടിനിർത്തൽ അഭ്യർത്ഥിച്ചിരുന്നു എന്ന് പാക് ഉപപ്രധാനമന്ത്രി അടക്കം ഇപ്പോൾ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. നേരത്തെ തന്നെ പ്രതിരോധ മന്ത്രി ഇത് വ്യക്തമാക്കിയതാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല, അത് താൽക്കാലികമായി നമ്മൾ നിർത്തിയെന്നേ ഉള്ളൂ. ഏത് സാഹചര്യത്തിലും വീണ്ടും ഈ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കും എന്നുള്ള കാര്യം ഇന്ത്യ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ വീണ്ടും അത് അദ്ദേഹം ആവർത്തിക്കുന്നു. വിശദാംശങ്ങൾ അജീഷ്. റീജിത്ത്, ഇപ്പോൾ ജമ്മു കശ്മീരിലെ ഉദ്ധംപൂരിലുള്ള ഒരു സൈനിക കേന്ദ്രത്തിലായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ ഈ പ്രതികരണം. യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് സൈനികരെ കാണാനെത്തിയതായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചത്. അതായത് ഭീകര ക്യാമ്പുകൾ അത് തകർക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ ലക്ഷ്യമിട്ടത്. അത് സൈനിക ശക്തിയിലൂടെ നമുക്ക് നേടാനായി. മാത്രമല്ല, അതൊരു വെറുമൊരു ഓപ്പറേഷൻ സിന്ദൂർ വെറുമൊരു സൈനിക നടപടി മാത്രമായിരുന്നില്ല, പക്ഷേ അതിർത്തിക്കപ്പുറത്തുള്ള ഭീകര ക്യാമ്പുകൾ അതിനെ തകർക്കുക, കൂടാതെ അതിനെതിരെയുള്ള മറുപടി ശക്തമായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു താക്കീത് കൂടിയാണ്, ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇതുവരെ അവസാനിച്ചിട്ടില്ല, അത് താൽക്കാലികമായി മാത്രമാണ് നിർത്തിയത്. ഇത് പാകിസ്ഥാനുള്ളൊരു സന്ദേശം കൂടിയാണെന്നാണ് അദ്ദേഹം ഉദ്ധംപൂരിൽ സൈനികരോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയത്.
പ്രൈം ടൈമിലേക്ക് വീണ്ടും അരൂരിൽ വൻ ഗതാഗത കുരുക്ക്. വലഞ്ഞിരിക്കുകയാണ് യാത്രക്കാർ. മഴയ്ക്ക് പുറമെ ഉയരപ്പാത നിർമ്മാണത്തിനുള്ള ഗേഡറുകളുമായി ലോറികൾ കൂടി എത്തിയതോടെ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു വരികയാണ് ചന്ദ്രൂരിൽ. ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് അരമണിക്കൂറായി. ഇപ്പം ബ്ലോക്ക് ചെയ്തിട്ട് കിടക്കുക ഇവിടെ. ഇപ്പോൾ വെള്ളക്കെട്ടും കുഴിയും തന്നെയാണ്. ഇത് ആരും പരിഹാരം കാണുന്നില്ല, ആരും ശ്രമിക്കാറില്ല. ആ അവസ്ഥയിലാണ് ഞങ്ങൾ വൈകുന്നേരം 4 മണിക്ക് വന്നിട്ട് 5:30 ചന്ദ്രൂരിൽ എത്തിയത്. നമ്മളിപ്പോൾ പുറപ്പെട്ട് ഇപ്പം ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നത്. വിഷ്ണു സുരേഷ് കുമ്പളത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, എന്താണ് സാഹചര്യം? മണിക്കൂറുകളായി യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്ന നിലയുണ്ട്. ഈ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവർ, അത്യാവശ്യ യാത്ര പോകുന്നവർ, ഇവരൊക്കെ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ കുരുക്കഴിക്കാനുള്ള ശ്രമം എങ്ങനെ, വിഷ്ണു? വളരെ ശക്തമായ ബ്ലോക്കാണ് ഇപ്പോൾ ഈ അരൂര് മുതൽ കുമ്പളം വരെയുള്ള മേഖലകളിൽ തുടരുന്നത്. മണിക്കൂറുകളായി ബ്ലോക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് ഏകദേശം ഒരു 5 മണിയോടുകൂടി ആരംഭിച്ച ഗതാഗത കുരുക്കാണ്. അതിപ്പോൾ കുമ്പളം വരെ നീണ്ടിരിക്കുന്നു. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എത്ര നീണ്ട നിരയിലാണ് ഈ വാഹനങ്ങൾ കിടക്കുന്നതെന്ന്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ അരൂർ ഉയരപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ബ്ലോക്കുകളുണ്ട്. ചേട്ടാ, കുറെ നേരമായോ? അരമണിക്കൂറായി. ആലുവയിൽ വരികയാണ്. അങ്ങോട്ട് പോവാ. പത്തനംതിട്ടയ്ക്ക് പോകണം. നാളെ രാവിലെ പോലെ എത്തുമെന്ന് തോന്നുന്നില്ല. അത്ര ബ്ലോക്കാണ്. ശക്തമായ ബ്ലോക്കാണ്. കുമ്പളം ടോൾ പ്ലാസയിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ ഇപ്പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ആ ടോൾ പ്ലാസയിൽ നിന്ന് 200 മീറ്ററിലേക്ക് എത്താൻ വന്ന സമയമാണ് അരമണിക്കൂർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ പ്രദേശത്ത് എന്താണ് സംഭവം? അത് അവിടെ ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് മനസ്സിലാവുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഈ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗർഡറുകൾ എത്തിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ആ ഒരു പശ്ചാത്തലവും മഴയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഈ ഗതാഗത കുരുക്കിന് കാരണമെന്ന് മനസ്സിലാക്കുന്നു. അവിടെ പോലീസുകാരുണ്ട്. അവർ പല വഴികളിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് നടത്തുന്നുണ്ട്. പക്ഷെ അത് ഫലം കാണുന്നില്ല. ഇപ്പോൾ ഈ ആലപ്പുഴ ഭാഗത്തേക്ക്, അതായത് വൈറ്റിലയിൽ നിന്ന് ആലപ്പുഴ ദിശയിലേക്ക് പോകുന്ന ട്രാക്കിലാണ് ഗതാഗത കുരുക്ക് രൂക്ഷം. എത്രയും പെട്ടെന്ന് പരിഹരിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മണിക്കൂറുകളോളമാണ് ഈ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ നേരത്തെ ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് അകപ്പെട്ട് കിടന്നത്. പക്ഷേ അത് മാറ്റാൻ ആംബുലൻസിനെയൊക്കെ മറ്റു വഴിയിലൂടെ പറഞ്ഞു വിടാനായിട്ട് പോലീസ് ശ്രമിച്ചിട്ടുണ്ട്. ആംബുലൻസുകളൊക്കെ ഇവിടുന്ന് പോവുകയും ചെയ്തു. സാധാരണഗതിയിൽ ഈ ഉയർപ്പാത നിർമ്മാണം വന്ന ശേഷം ഇവിടെയൊക്കെ ശക്തമായ ഗതാഗതം. ചേട്ടാ, എല്ലാ തവണയും ഭയങ്കര ബ്ലോക്കാണോ ഇവിടെ? ആണ്, വളരെ ബ്ലോക്കാണ്. വളരെ മണിക്കൂറൊക്കെ കിടക്കൂടെ? 2-3 മണിക്കൂറൊക്കെ കിടക്കും. ഒറ്റ കിടപ്പാ. മഴയും കൂടി പെയ്തുകൊണ്ടുകൂടി കുറച്ചൊരു പ്രശ്നമുണ്ട്. കുറച്ച് പ്രശ്നം കൂടുതലാണ്. വളരെ മോശം. വരുമ്പോൾ അറിയാലോ, കട്ടറും ഓടാൻ പറ്റും. പിന്നെ ഒരുപാട് പേര് ബൈക്കിലൊക്കെ വന്ന് മറിഞ്ഞു വീഴുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? ഞാൻ കൊല്ലോ. എപ്പോ എത്താനാ സാധ്യത? 2 മണിയൊക്കെ കഴിയും. 3 മണി അടുപ്പിച്ചു. സാധാരണഗതിയിൽ ബ്ലോക്കില്ലെങ്കിൽ എപ്പോ എത്തും? ഒരു 12:30. ഇതിവിടെ കടന്നിനിപ്പം കിട്ടുമെന്ന് കടന്ന് കഴിയുമ്പോഴേ പറയാൻ കഴിയും. കൊല്ലത്തേക്കുള്ള യാത്രയാണ്. കൊല്ലത്തേക്ക് എത്തണമെങ്കിൽ 2 മണിയോടുകൂടി സമയം വേണമെന്നാണ് പറയുന്നത്. അത്രയും ശക്തമായ ഗതാഗത കുരുക്കാണുള്ളത്. കോടതി അടക്കം ഇടപെട്ട വിഷയമാണ്. പക്ഷേ ഇപ്പോഴും അതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല. രോഗികളടക്കമുള്ള ആളുകൾ, ജോലി കഴിഞ്ഞ് പോകുന്ന ആളുകളൊക്കെ മണിക്കൂറുകളോളമാണ് ഈ ഗതാഗത കുരുക്കിൽ അകപ്പെട്ട് പോകുന്നത്. ഒരു കൃത്യമായ ശാശ്വതമായ പരിഹാരം വേണം. ചില ദിവസങ്ങളിലൊന്നും വലിയ കാര്യമായ ബ്ലോക്ക് ഉണ്ടാകാറില്ല. പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ ഇതേപോലെ അപ്രതീക്ഷിതമായി കാര്യമായി തന്നെ ബ്ലോക്കുകൾ ഉണ്ടാകും. അത് കൃത്യമായ ക്രമീകരണങ്ങളുടെയൊക്കെ ഒരു കുറവാണെന്നാണ് യാത്രക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ആക്ഷേപം. ഇനിയും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറേയേറെ നടക്കാനുണ്ട്. അപ്പോൾ ആ നാളുകളിലൊക്കെ ഈ ബുദ്ധിമുട്ട് ജനം അനുഭവിക്കണമെന്നാണ് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയൊക്കെ അതിരൂക്ഷ വിമർശനം ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർത്തിയിരുന്നു. പ്രത്യേകിച്ച് ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ സഹിച്ച് നിൽക്കുകയാണ്. ഇതിന്റെ നിർമ്മാണം എപ്പോൾ പൂർത്തിയാക്കുമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ചോദിച്ചപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് കാര്യമായ മറുപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ചേട്ടാ, സ്ഥിരമായി ബ്ലോക്കാണോ ചേട്ടാ? അതെ, സ്ഥിരമായ ബ്ലോക്ക് തന്നെയാണ്. അതെ അതെ അതെ. എങ്ങോട്ട് പോവാ? ഞാൻ ആലപ്പുഴയ്ക്ക്. എപ്പോ എത്തുന്നുള്ളതെന്ന് ധാരണ? ഒരു പിടുത്തമില്ല. അതാണ്, ആളുകൾക്കൊന്നും ഒരു ധാരണയില്ല. ജോലി കഴിഞ്ഞ് വരുന്ന ആളുകളാണ് മണിക്കൂറോളം ഈ ഗതാഗത കുരുക്കിൽ അകപ്പെട്ട് പോകുന്നത്. ഇപ്പോൾ കുമ്പളം ഭാഗത്തുനിന്ന് ഒരുപക്ഷെ അങ്ങോട്ടേക്കും, കുമ്പളത്തിന് പുറകിലേക്ക് വൈറ്റില ഭാഗത്തേക്കൊക്കെ ബ്ലോക്ക് ശക്തമായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആളുകൾ, അധികാരികൾ ഇടപെടണം. മറ്റു വഴികളിലൂടെയൊക്കെ വാഹനം മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാകണം. ശരി, വൈകുന്നേരം 5 മണിയോടുകൂടി തുടങ്ങിയ ഗതാഗത കുരുക്കാണ്. അത് ഇപ്പോഴും യാത്രക്കാരെ വലച്ചുകൊണ്ട് തുടരുകയാണ്. ദീർഘദൂര യാത്രക്കാർ, ഒരുപാട് ദൂരത്തേക്കൊക്കെ പോകാനുള്ള ആളുകളൊക്കെ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുന്നവർ, അങ്ങനെ ഒരുപാട് പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. നിത്യേനയുള്ള പ്രശ്നമാണിത് എന്ന് പറയുന്നുണ്ട് അവിടെയുള്ള അതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർ. അതിന് പുറമെ ഇന്ന് ഈ ഉയരപ്പാത നിർമ്മാണത്തിനുള്ള ഗേഡറുകളുമായി ലോറികൾ കൂടി എത്തിയത് പ്രതിസന്ധി ഇരട്ടിയാക്കി എന്ന് മനസ്സിലാക്കുന്നു. വിഷ്ണു സുരേഷ് കുമ്പളത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ
പുലി പിടിച്ചു. ജാർഖണ്ഡ് സ്വദേശികളായ കുടുംബത്തിന്റെ കുട്ടിയെയാണ് പുലി പിടികൂടിയത്. വീടിനകത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോയി എന്നാണ് അമ്മ പറയുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? സൂരജ്, ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് ഈ തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പുലി കടിച്ചുകൊണ്ടുപോയി എന്ന പരാതി ഉയർന്നിരിക്കുന്ന ജാർഖണ്ഡ് സ്വദേശികളായിട്ടുള്ള ദമ്പതികളുടെ മകളെയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി പുലി കടിച്ചുകൊണ്ടുപോയത്. ഇവർ ഈ ജാർഖണ്ഡിൽ നിന്ന് തോട്ടം തൊഴിലിന് വേണ്ടി വന്നതാണ്. ഈ തേയില മേഖലയിലും മറ്റുമൊക്കെയാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരം ഈ കുട്ടി ഇവരുടെ, അതായത് പച്ചൈമല എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്, വാൽപ്പാറക്കടുത്ത്. ഈ പച്ചൈമലയിലെ ഇവരുടെ വീടിന് സമീപത്ത് ഈ കുട്ടി നിൽക്കുകയായിരുന്നു. വീടിനകത്ത് കുട്ടി ഇരിക്കുകയായിരുന്നു. അമ്മ ഇതിന് സമീപത്തെ ഒരു ജലസംഭരണിയിൽ നിന്ന് ജലം ശേഖരിക്കുന്നതിന് വേണ്ടി പോയ സമയത്താണ് ഈ പുലി വീടിനകത്തേക്ക് എത്തി കുട്ടിയെ കടിച്ചുകൊണ്ടുപോയതെന്നുള്ളതാണ് പറയുന്നത്. കുട്ടിയെ കടിച്ചു വലിച്ച് തേയിലത്തോട്ടത്തിലേക്ക് പുലി മറഞ്ഞു എന്നുള്ളതാണ് നിലവിൽ അമ്മ നൽകിയിരിക്കുന്ന, പോലീസിനടക്കം നൽകിയിരിക്കുന്ന മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഈ മേഖലയിൽ വലിയ തിരച്ചിലാണ് നടത്തുന്നത്. നേരത്തെയും സമാനമായ രീതിയിൽ പുലിയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ് ഈ തമിഴ്നാട് വാൽപ്പാറ എന്ന് പറയുന്നത്. തമിഴ്നാട് കേരള അതിർത്തിയാണ്. അവിടെ തുടർച്ചയായി വന്യജീവി ആക്രമണങ്ങൾ പതിവായിരിക്കുന്നു. പുലിയുടെ ആക്രമണം അത് തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തോട്ടം തൊഴിലാളിയായ സ്ത്രീ അടക്കം പുലി ഇത് സമാനമായ രീതിയിൽ കടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും വാർത്തയും നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 6 വയസ്സുകാരിയെ കൂടി സമാനമായ രീതിയിൽ തന്നെ പുലി കടിച്ചുകൊണ്ടുപോയി എന്ന പരാതി ഉയർന്നിരിക്കുന്നത്. പുലി തന്നെയാണ് ഈ കുട്ടിയെ ആക്രമിച്ചതെന്ന് സംബന്ധിച്ച അമ്മയുടെ മൊഴി മാത്രമാണ് നിലവിൽ വനംവകുപ്പിന്റെയും പോലീസിന്റെയും എല്ലാം മുന്നിലുള്ളത്. എന്തായാലും അമ്മയുടെ ഈ മൊഴി മുന്നിലെടുത്തുകൊണ്ട് നിലവിൽ ഈ കുട്ടിക്കായി വ്യാപക തിരച്ചിലാണ് ഈ മേഖലയിൽ ആകെ നടത്തുന്നത്. ഈ തോട്ടം കേന്ദ്രീകരിച്ചുകൊണ്ട് രാത്രി തെരച്ചിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഈ വനത്തിനകത്തേക്ക് അടക്കം കടന്നുകൊണ്ടുള്ള ഒരു തിരച്ചിലേക്ക്, ഈ കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തിരച്ചിലേക്ക് കടന്നിരിക്കുകയാണ്. ടി കെ. ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു. അമ്മ പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആ മേഖലയിൽ മുഴുവൻ, അതൊരു തോട്ടം മേഖലയാണ്, ആ മേഖലയിൽ മുഴുവൻ ഇപ്പോൾ നാട്ടുകാരുടെയും വനംവകുപ്പിന്റെയും തെരച്ചിൽ നടക്കുന്നുണ്ട്. ഇനി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്കാണ്. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. LDFന് വലിയ വിജയം ഉറപ്പെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് UDFും. 25,000-ഓളം വോട്ടുകൾ നേടും എന്നാണ് അൻവർ ക്യാമ്പിന്റെ പ്രതീക്ഷ. പോളിംഗ് ശതമാനം 75% പിന്നിട്ടതോടെ ബൂത്ത് തല കണക്കെടുത്ത് വിശകലനം ചെയ്യുകയാണ് മുന്നണികൾ. PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വവും UDFിലെ ഭിന്നതകളും LDFന് വിജയം നൽകുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അമരമ്പലം, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിലാണ് മുന്നേറ്റമുണ്ടാക്കുക എന്നും LDF കണക്ക്. UDF നടത്തിയ തെറ്റായ പ്രചരണങ്ങളെ തുറന്നു കാണിക്കാനും ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സാധിച്ചു. മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഉയർത്തിക്കാണിക്കാനും അതിനെതിരായി രൂപം കൊണ്ട വർഗീയ കൂട്ടുകെട്ടുകളെ തുറന്നു കാണിക്കാനും ആ മണ്ഡലത്തിൽ നല്ലതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു. ഇപ്പോൾ പോളിംഗ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള വിജയം ഉറപ്പാക്കാനാവുന്നു എന്നുള്ളതാണ് വസ്തുത. അമരമ്പലം ഒഴിച്ചുള്ള 6 പഞ്ചായത്തുകളിൽ കൃത്യമായ ലീഡുണ്ടാവുമെന്ന് UDF. അൻവർ മത്സരിച്ചത് UDFന് ഗുണമായി എന്നും പ്രാഥമിക വിലയിരുത്തൽ. മൂത്തേടത്തും വഴിക്കടവിലും 2000-ന് മുകളിൽ ഭൂരിപക്ഷം. എല്ലാ പഞ്ചായത്തുകളും UDF ലീഡ് ചെയ്യും. നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു ചരിത്ര ഭൂരിപക്ഷമുണ്ട്. LDFന്റെ 1% വോട്ടുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. PV അൻവർ ക്യാമ്പ് 20,000 മുതൽ 25,000-ഓളം വോട്ടുകൾ വരെ പ്രതീക്ഷിക്കുന്നു. വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് 7,000 വോട്ടുകൾ വരെ. മൂത്തേടം, നിലമ്പൂർ നഗരസഭ, ചുങ്കത്തറയിലും കൂടുതൽ LDF വോട്ടുകൾ പിടിക്കുമെന്നാണ് അൻവറിന്റെ പ്രതീക്ഷ. മലയോര ജനതയ്ക്കപ്പുറമുള്ള വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തിൽ BJPയും. തീർച്ചയായും ഞങ്ങൾ ആത്മവിശ്വാസം തന്നെയാണ്. ഒരു നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പോസിറ്റീവായിട്ട് ജനങ്ങൾ ചിന്തിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. എല്ലാ മേഖലയിലും, അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാ മേഖലയിലും ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 23-ാം തീയതി രാവിലെ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് വോട്ടെടുപ്പ്. ടീം 24 നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ക്ഷണിക്കാത്തതിനെ ചൊല്ലി ഡോക്ടർ ശശി തരൂർ MP ഉയർത്തിയ വിവാദം അവഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം. വിവാദത്തിൽ പരസ്യപ്രതികരണം വേണ്ട എന്നാണ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. ശശി തരൂർ വിവാദം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. വിവാദങ്ങൾക്കിടെ ശശി തരൂർ വീണ്ടും വിദേശ പര്യടനത്തിനൊരുങ്ങുകയാണ്. 2 ആഴ്ചയോളം നീളുന്ന പര്യടനത്തിൽ UK, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കും.
ഉപതിരഞ്ഞെടുപ്പ് ദിവസം അഭിപ്രായ വ്യത്യാസം തുറന്നു പറഞ്ഞ ശശി തരൂർ രീതിയോട് കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ആലോചനയിൽ പോലും തന്റെ പേര് വന്നില്ലെന്ന ശശി തരൂരിന്റെ പരാതിയെ താരപ്രചാരകരുടെ പട്ടികയിൽ തരൂരിന്റെ പേരുണ്ടെന്ന രേഖ പുറത്തുവിട്ടാണ് പ്രതിരോധിച്ചത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രതികരണം നടത്തിയ ശശി തരൂരിന് മറ്റു ചില താല്പര്യങ്ങളുണ്ടെന്നാണ് നേതാക്കളിൽ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. പക്ഷേ തരൂരിന്റെ പരാതികളെ അവഗണിക്കാനാണ് നിലവിൽ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ശശി തരൂരിന്റെ ഇടയ്ക്ക് ഒരു വിമർശനമായി അദ്ദേഹത്തിന്റെ ഒരു നീരസം വെളിപ്പെടുത്തിയില്ല. അത് അത്ര ശക്തപ്പെട്ടൊന്നും വന്നില്ല, ശക്തമായില്ല. ശശി തരൂരുമായി സംസ്ഥാന നേതൃത്വത്തിന് പ്രശ്നങ്ങളില്ലെന്നും തരൂർ തിരക്കിലല്ലായിരുന്നുവെങ്കിൽ പ്രചാരണത്തിന് ക്ഷണിക്കുമായിരുന്നുവെന്നും കെ മുരളീധരൻ. അദ്ദേഹം അവൈലബിൾ ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ബന്ധപ്പെടാതിരുന്നത്. നേരെ മറിച്ച് അദ്ദേഹം അവൈലബിൾ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ക്ഷണിക്കുമായിരുന്നു. ഏതായാലും ഒരു കാര്യം ഇന്നലെ അദ്ദേഹം വ്യക്തമാക്കി, എല്ലാ ഊഹാപോഹങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പാർട്ടിയിൽ ഉറച്ചു നിൽക്കും, അവശേഷിച്ച വർഷം തിരുവനന്തപുരത്തിൻ്റെ MP എന്നുള്ള നിലയിൽ പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ വിവാദത്തിൽ പരസ്യ പ്രതികരണം പാടില്ലെന്ന നേതാക്കൾക്ക് കർശന നിർദ്ദേശമുണ്ട്. താരപ്രചാരയുടെ പട്ടികയിൽ പേരുൾപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് പരിപാടികൾക്ക് ക്ഷണിച്ചില്ലെന്നാണ് ശശി തരൂർ ക്യാമ്പിന്റെ മറുചോദ്യം. BJP-യിലേക്ക് പോകുമെന്ന പ്രചാരണങ്ങളെ ശശി തരൂർ തള്ളിയത് ആശ്വാസമാണെങ്കിലും പുതിയ വിവാദം കോൺഗ്രസിന് തലവേദനയാണ്. 24 തിരുവനന്തപുരം. ഇപ്പോൾ പുറത്തുവരുന്നൊരു വിവരം, തൃശൂർ ചാവക്കാട് കുറുനരിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ്. 17ഉം 18ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് ഈ കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സുരക്ഷാ പരിശോധന നടത്താതെ സർവീസ് നടത്തിയതിന് എയർ ഇന്ത്യക്ക് DGCA മുന്നറിയിപ്പ് നൽകിയിരുന്നതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ്. 3 എയർബസ് വിമാനങ്ങൾ പ്രോട്ടോകോൾ ലംഘിച്ച് സർവീസ് നടത്തിയതായാണ് കണ്ടെത്തൽ. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച കൂടുതൽ പേരെ തിരിച്ചറിഞ്ഞു. DGCAയുടെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചാണ് റോയിട്ടേഴ്സ് വാർത്ത. 3 എയർബസ് വിമാനങ്ങൾ നിർബന്ധമായും നടത്തേണ്ട സുരക്ഷാ പരിശോധന നടത്താതെ സർവീസ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. A320 എന്ന എയർബസ് വിമാനം 1 മാസം വൈകി മെയ് 15-നാണ് സുരക്ഷാ പരിശോധന നടത്തിയത്. ഈ 1 മാസത്തിനിടെ വിമാനം ഉപയോഗിച്ച് എയർ ഇന്ത്യ ദുബായ്, റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തി. മറ്റൊരു വിമാനം എസ്കേപ്പ് സ്ലൈഡറിന്റെ അറ്റകുറ്റപ്പണി നടത്താതെ സർവീസ് നടത്തി. മെയിൻ്റനൻസ് എഞ്ചിനീയറാണ് എസ്കേപ്പ് സ്ലൈഡറിന്റെ തകരാറുള്ളതായി കണ്ടെത്തിയത്. കൂടാതെ ആഭ്യന്തര സർവീസ് നടത്തിയിരുന്ന A319 എന്ന എയർബസിന്റെ സർവീസ് 3 മാസം വൈകിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൃത്യസമയത്ത് സുരക്ഷാ പരിശോധനകളുടെ റിപ്പോർട്ട് നൽകുന്നതിലും എയർ ഇന്ത്യ വീഴ്ച വരുത്തി. പ്രോട്ടോകോൾ ലംഘിച്ച് സർവീസ് നടത്തിയതിന് എയർ ഇന്ത്യക്ക് DGCA നോട്ടീസ് നൽകിയിരുന്നതായും ഇതിന് കൃത്യമായി മറുപടി നൽകിയിരുന്നില്ലെന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു. സുരക്ഷാ പരിശോധനകളിൽ വീഴ്ച വരുത്തിയെന്ന റിപ്പോർട്ടിനോട് എയർ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതിനിടെ അഹമ്മദാബാദ് അപകടത്തിൽ മരിച്ച 220 പേരെ ഇതുവരെ തിരിച്ചറിഞ്ഞു. 202 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മലയാളിയായ രഞ്ജിതയുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 24 ഡൽഹി. പ്രൈം ടൈമിലേക്ക് വീണ്ടും നേരത്തെ ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. തൃശൂരിൽ KSRTC ബസ്സിൽ യുവതിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. വടകര സ്വദേശി സവാദാണ് അറസ്റ്റിലായത്. 2023 നെടുമ്പാശ്ശേരിയിൽ വെച്ച് ബസ്സിൽ തൃശൂർ സ്വദേശിയായ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയതിന് അറസ്റ്റിലായ വ്യക്തിയാണ് സവാദ്. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയപ്പോൾ സവാദിന് ഒരു വിഭാഗം സ്വീകരണം നൽകിയത് വലിയ വിവാദമായിരുന്നു. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, കൂടുതൽ വിവരങ്ങൾ എന്താണ് സൂരജ്? TK 2023 സവാദ് ഈ കേസിൽ അറസ്റ്റിലാകുന്നത് അന്ന് ഇതേപോലെ തന്നെ KSRTC ബസ്സിൽ വെച്ച് ഒരു യുവതിയോട് അപമര്യാദയായി പെരുമാറിയതിന്, അത് ലൈംഗിക അതിക്രമം തന്നെയായിരുന്നു, അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായതിന്റെ ഭാഗമായിരുന്നു അന്ന് സവാദ് അറസ്റ്റിലായത്. സമാനമായ സംഭവമാണ് ഇക്കഴിഞ്ഞ 14-ന് ഉണ്ടായതെന്നുള്ളതാണ് നിലവിൽ ഈസ്റ്റ് പോലീസ് വ്യക്തമാക്കുന്നത്. മലപ്പുറത്തേക്കുള്ള KSRTC ബസ്സിലായിരുന്നു ഈ സവാദ് ഒരു പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയത്. ഈ ബസ് തൃശ്ശൂരിലെത്തിയതോടുകൂടി യുവതി ഈ അതിക്രമം സംബന്ധിച്ച് പരാതി നൽകുകയായിരുന്നു. യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിന് നൽകിയ പരാതിയിന്മേൽ കേസെടുത്ത പോലീസ് ഇന്ന് സവാദിനെ കസ്റ്റഡിയിലെടുത്തു. അല്പസമയം മുമ്പാണ് സവാദിനെ കസ്റ്റഡിയിലെടുത്ത് തൃശ്ശൂരിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 2023 ഈ എറണാകുളത്ത് വെച്ച് യുവതിയോട് അപമര്യാദയായി പെരുമാറുകയും ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്ത കേസിൽ അന്ന് സവാദ് അറസ്റ്റിലാകുകയും പിന്നീട് റിമാൻഡിലാവുകയും ചെയ്തു. അന്ന് ജാമ്യത്തിലിറങ്ങിയ സവാദിന് ഒരു വിഭാഗം ആളുകൾ വലിയ സ്വീകരണം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ വിവാദമാവുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് സവാദിനെ ന്യായീകരിച്ചും അതോടൊപ്പം എതിർത്തും എല്ലാം തന്നെയുള്ള വാദപ്രതിവാദങ്ങൾ ശക്തമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 2 വർഷത്തിനിപ്പുറം സമാനമായ കേസിൽ വീണ്ടും സവാദ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. TK ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.
അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ബൈക്ക് യാത്രക്കാർക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ആക്രമണം ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബൈക്കിൽ വന്ന യുവാക്കൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, ബൈക്ക് ഉപേക്ഷിച്ചിറങ്ങി ഓടിയതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താണ് സംഭവിച്ചത് സൂരജ്? ഇന്നലെയാണ് ഈ അതിരപ്പള്ളിയിൽ നിന്ന് മലക്കപ്പാറയിലേക്കുള്ള യാത്രയിൽ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിന് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തത്. ഇത് ഒരു ബസ്സിൽ വരികയായിരുന്ന യാത്രക്കാരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നത്. ഈ ആന റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ട് ഈ വാഹനം അവിടെ നിർത്തി ഇവർ ആന റോഡ് മുറിച്ച് കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ വളവ് തിരിഞ്ഞ് 2 യുവാക്കൾ ബൈക്കിൽ വരുന്നത്. ഇവർ ആനയെ കണ്ട വഴി ബൈക്ക് നിർത്തി. പക്ഷെ ബൈക്ക് നിർത്തിയതോടുകൂടി ഈ മുന്നിലിറങ്ങി വന്ന ആന ഇവർക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. ഇതോടുകൂടി യുവാക്കൾ ബൈക്ക് ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ഈ ആദ്യ ആന പോയതോടുകൂടി ഇവർ ഒരു ആനയേ ഉള്ളൂ എന്ന് കരുതി രണ്ടാമത് ഈ ബൈക്ക് എടുക്കുന്നതിന് വേണ്ടി വരുന്ന സമയത്ത് തൊട്ടുപുറകെ വന്ന രണ്ടാമത്തെ ആനയും യുവാക്കൾക്ക് നേരെ ചാർജ് ചെയ്തു. അതിനുശേഷം ഈ ആന അവിടെ ഏറെ നേരം നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ആന പോയതിനു ശേഷമാണ് ഈ വാഹനങ്ങൾക്കെല്ലാം തന്നെ കടന്നുപോയത്. പലപ്പോഴും ഈ മഴയൊക്കെ ശക്തമായ പശ്ചാത്തലത്തിൽ ഈ വിനോദസഞ്ചാരികളുടെ യാത്രയെല്ലാം തന്നെ ഈ മേഖലയിൽ കൂടിയിട്ടുണ്ട്. പലപ്പോഴും ഇവർക്ക് നേരെ ഈ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുന്നൊക്കെയുള്ള സംഭവങ്ങൾ തുടർക്കഥയാകുകയും ചെയ്യുന്നുണ്ട്. ടി കെ സൂരജ് തുടരുക. സൂരജ്, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി പങ്കുവയ്ക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാർത്തയാണ്. തൃശൂർ ചാവക്കാട് കുറുനരിയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. തെക്കൻ പാലയൂരിൽ ബൈക്ക് യാത്രികനും മദ്രസയിൽ പോയി മടങ്ങിയായിരുന്ന 17-കാരനുമാണ് കടിയേറ്റിരിക്കുന്നത്. സൂരജ് സജി തുടരുന്നുണ്ട്. സൂരജ്, ആ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. സൂരജ് ചാവക്കാട് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഈ 2 പേർക്ക് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. അതിൽ തെക്കൻ പാലയൂരിൽ ബൈക്കിൽ പോവുകയായിരുന്ന 2 യുവാക്കൾക്ക് നേരെയാണ് ആദ്യഘട്ടത്തിൽ ഈ കുറുനരിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ ബൈക്കിൽ പിന്നിലിരുന്ന് സഞ്ചരിക്കുകയായിരുന്നു 18 വയസ്സുള്ള ശ്രാവൺ. ഈ ശ്രാവണെ ബൈക്കിന് പുറകിലൂടെ ഓടിയെത്തിയാണ് ഈ കുറുനരി കടിച്ചത്. കാലിലടക്കം പരിക്കേറ്റ ശ്രാവണെ നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രാവണെ സംബന്ധിച്ച് ചെറിയ ഈ ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. മദ്രസയിൽ നിന്ന് മടങ്ങി വരുന്നതിനിടയിലാണ് രണ്ടാമത്തെ ആൾക്ക് കടിയേറ്റത്. ആദിൽ എന്ന 17 വയസ്സുകാരനാണ് ഇപ്പോൾ കടിയേറ്റിരിക്കുന്നത്. ടി കെ, ഒടുവിൽ അതായത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ വിവരം എന്നുള്ളത് ഒരാൾക്ക് കൂടി ഈ മേഖലയിൽ കടിയേറ്റു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്ത്രീക്ക് കൂടി ഇവിടെ നിന്ന് കുറുനരിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു എന്നുള്ളതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അവരെ കൂടി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഇപ്പോൾ ഈ മേഖലയിൽ സ്വീകരിച്ചു വരികയാണ്. ജനങ്ങളോട് ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഈ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ടി കെ ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത കണ്ണൂർ കൊട്ടിയൂരിൽ നിന്നാണ്. അവിടെ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും നിയന്ത്രണം ഏർപ്പെടുത്തുക. ഉത്സവത്തിനെത്തുന്ന വാഹനങ്ങളും ടൂറിസ്റ്റ് ബസ്സുകളും പാൽച്ചുരം വഴി വരണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റ് വാഹനങ്ങൾ നെടുൻപൊയിൽ ചുരം വഴി പോകണം എന്നാണ് പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായ രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ ഒരു ആംബുലൻസ് പെട്ടിരുന്നു. പിന്നീട് അപകടത്തിൽപ്പെട്ട കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്ന ഘട്ടത്തിൽ ഡോക്ടർ പറഞ്ഞത് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ്. സാധാരണ നിലയിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് ഓടിയെത്തേണ്ട സ്ഥലത്ത് ആംബുലൻസ് എത്തിയത് 1 മണിക്കൂർ സമയമെടുത്തായിരുന്നു. പ്രൈം ടൈം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കണ്ണൂർ കൊട്ടിയൂരിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തി. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് നടപടി. ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും നിയന്ത്രണം ഉണ്ടാവുക. ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് ഈ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ജീവൻ നഷ്ടമാവുന്ന നിലയുണ്ടായിരുന്നു. വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ നിയന്ത്രണം കൊണ്ടൊരു ഫലം ഉണ്ടാവുമോ അരുൺ? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊട്ടിയൂരിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നമുക്കറിയാം വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ മരണത്തിന് പോലും ഇടയാക്കിയ അത്ര രൂക്ഷമായ ഗതാഗത കുരുക്ക് ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പോലീസ് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് നൽകുന്ന നിർദ്ദേശം ഇങ്ങനെയാണ്: ഉത്സവത്തിന് വരുന്ന വാഹനങ്ങളും അതോടൊപ്പം തന്നെ റൂട്ട് ബസ്സുകളും പാൽച്ചുരം വഴി വരണം എന്നതാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള നിർദ്ദേശം. അത്തരം വാഹനങ്ങൾക്ക് മാത്രമേ അതിലൂടെയുള്ള യാത്രക്ക് അനുമതി ഉണ്ടാവുകയുള്ളൂ. മറ്റു വാഹനങ്ങൾ
ആ കൂത്തുപറമ്പ് നെടുമ്പോയിൽ ചുരം വഴി വയനാട് ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ തിരിച്ച് കണ്ണൂർ ഭാഗത്തേക്കും ആ നെടുമ്പോയിൽ ചുരം ഉപയോഗിക്കണം എന്നതാണ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഇതിലൂടെ ആ ഗതാഗത കുരുക്കൊരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയും കണക്കുകൂട്ടലാണ് പോലീസിനുള്ളത്. ഇപ്പോൾ ഇനി നാളെയും മറ്റന്നാളും ശനി ഞായർ ദിവസങ്ങൾ അവധി ദിവസങ്ങളാണ്. കൂടുതൽ ഭക്തജനങ്ങൾ കൊട്ടിയൂരിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെയായിരുന്നു വലിയ തിരക്കുണ്ടായിരുന്നത്. സമാനമായി നാളെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഉൾപ്പെടെ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കുന്നതാണ്. അങ്ങനെ അതുകൊണ്ടാണ് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഗതാഗത നിയന്ത്രണം പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ വർഷത്തെ ഓണത്തെ വരവേൽക്കാനായി പ്രദർശനമേളയുമായി കൊട്ടാരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇന്നു മുതൽ ഈ മാസം 22 വരെ കൊച്ചിയിലെ സാമുദ്രിക ഹാളിലാണ് മേള. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ചെയർമാൻ ബി കാശി വിശ്വനാഥൻ മേള ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെമ്പാടുമുള്ള 700ഓളം സംരംഭകർ 2000-ൽ പരം പ്രൊഡക്റ്റുകൾ പ്രദർശിപ്പിച്ചു. കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ നോൾട്ട ഈ വർഷത്തെ ഓണവിപണിയിലേക്ക് പുതുമയാർന്ന ട്രൈപ്ലേ സ്റ്റാൻലെസ് സ്റ്റീൽ കാസറോളും 2 വ്യത്യസ്തമായ കോംബോ കുക്ക്വെയർ സെറ്റുകളും വിവിധതരം തെർമോവെയറുകളും അവതരിപ്പിച്ചു. രാജ്യാന്തര ബ്രാൻഡുകളായ ലൂമിനാർക്ക് കോറൽ തുടങ്ങിയ 20ഓളം ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചു. 2025 ഓണത്തിനെ വരവേൽക്കാനായി കൊട്ടാരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഓണ വിപണിക്കായി ജൂൺ 21, 22, 23 തീയതികളിൽ പാർട്ട്നേഴ്സ് മീറ്റ് കൊച്ചിയിൽ സംഘടിപ്പിച്ചു. ഈ മേളയിൽ 2000ഓളം പ്രോഡക്റ്റുകളുടെ പ്രദർശനവും നടന്നു. എല്ലാ വ്യാപാരികൾക്കും പൂർണ്ണമായും പരിചയപ്പെടാനും അവർക്ക് ഓണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനുമുള്ള പുതിയ ബുക്കിംഗ് കൾച്ചറുകളും കാര്യങ്ങളും ഞങ്ങളിവിടെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടോടെ പ്രൈം ടൈമിൻ്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം.